വിഷു ഇങ്ങെത്താറായതോടെ പടക്കക്കടകൾക്ക് മുൻപിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ കോഴിക്കോട്ടെ വലിയങ്ങാടിയിലും പടക്കക്കടകൾക്ക് മുൻപിൽ തിരക്ക് തന്നെയാണ്. പക്ഷേ ഈ പടക്കക്കടയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പടക്കമല്ലാതെ ഇവിടെ തോക്കുകളും വെടിക്കോപ്പുകളുമാണ് വിറ്റിരുന്നതെന്ന്. വർഷം 1846. ബ്രിട്ടീഷുകാർ നാട് ഭരിച്ചിരുന്ന കാലം. അന്നും കോഴിക്കോട്ട് വലിയങ്ങാടിയിൽ മലഞ്ചരക്ക് വ്യാപാരം സജീവമായിരുന്നു. അതിനിടയ്ക്ക് ഒരു 3 മുറി പീടികയിൽ തോക്കുകളും വെടിക്കോപ്പുകളും വിൽക്കുന്ന ഒരു കുഞ്ഞൻ കടയുമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ തോക്ക് വിൽപ്പന ഇല്ലെങ്കിലും പടക്ക കച്ചവടവുമായി ആ കട ഇന്നും സജീവമാണ്. നമുക്ക് 365 ദിവസം കൂടെ ഉണ്ടാവും. മെയിൻ സീസൺ വിഷു ആണുള്ളൂ. പെരുന്നാൾ, റംസാൻ, ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ, അല്ലാത്ത ക്ഷേത്ര പരിപാടികൾ അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫുൾ ടൈം ഇവിടെ മഴക്കാലത്തും പടകം വിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെ. ഇന്നും കടയുടെ പേര് ഗൺ ഹൗസ് എന്ന് തന്നെയാണ്. 1846 വലിയങ്ങാടിയിൽ പടക്കക്കട സ്ഥാപിച്ച ആളെക്കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുമില്ല. എന്നാൽ പിൻഗാമിയായി വന്ന PK നായരുടെ കഥ പലർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകൻ O സതീഷ് ചന്ദ്രനാണ് ഇന്ന് കട നടത്തുന്നത്. അപ്പോൾ 4ാമത്തെ തലമുറയാണ്. നമ്മളെ അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ്. അന്ന് മുതലേ തലമുറകളായിട്ട് കൈമാറി ഇങ്ങനെ വരുന്നതാണ്. അന്ന് ആംസ് അമ്യൂണിഷൻ്റെ ഡീലർ ചെയ്യുന്നു അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ. അതിനുശേഷം പടകത്തിലേക്ക് കടന്നു. അങ്ങനെ പടകമാണ് ഇപ്പം മെയിൻ പടകമായിട്ട് ചെയ്യുന്നത്. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ സമയത്ത് തുടങ്ങിയതാണ്. അന്നൊക്കെ എല്ലാവരുടെ കയ്യിലും ഗണ്ണും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാർക്കുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ബ്രിട്ടീഷുകാർ കാലം കിടന്ന ശേഷം പിന്നെ അതിൻ്റെ സെയിൽ കുറവായി. ഇപ്പം ആംസ് ഇല്ല, ഇപ്പം കൂടുതലായിട്ട് പടകത്തിലേക്ക് കിടന്നത്. കോഴിക്കോട്ടെ പലർക്കും ഗൺ ഹൗസിന്റെ പഴമയും ചരിത്രവും അറിയാവുന്നതുമാണ്. മെയിനായിട്ട് തോക്കിന്റെ കച്ചവടമാണ്. ആയിക്കണ്ട് എന്റെ കുട്ടിക്കാലത്ത് അന്നുണ്ട് കൂടിയുടെ പേര് അത് തന്നെയാണ്. അച്ഛൻ്റെ കാലത്തുള്ള കോഴിക്കോട്ടെ മണ്ണിനും ചുവരിനുമൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ പറയാനുണ്ട്. പലതും പഴമയായി തന്നെ നിലനിൽക്കും. എന്നാൽ ചിലതെല്ലാം ഇതുപോലെ പഴമയിൽ നിന്ന് പുതിയതിലേക്ക് മാറുകയും ചെയ്യും. ജോം ടിക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അപ്പോൾ ഇംതിയാസ് കൂടുതൽ നമ്മളോട് പറയും. ഇംതിയാസെ, പറഞ്ഞ പോലെ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് മാറുകയാണ്. പലതും തുടങ്ങി പുതിയ കാലത്തോട് മത്സരിക്കാൻ പറ്റാതെ പിൻവാങ്ങി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പുതിയ സാധ്യതകൾ കണ്ടറിഞ്ഞ് ആ രീതിക്ക് മുന്നോട്ട് പോകുന്ന ആളുകളിൽ ഒന്നാണ് ഈ പടക്കക്കട, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഇന്നത്തെ പോക്ക്? ആ പഴയ ചരിത്രമൊക്കെ അവർക്ക് കൂടുതലൊരു അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം കൂടിയായിരിക്കും, അല്ലേ? ഈ കോഴിക്കോട് വലിയങ്ങാടിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയങ്ങാടി അത്രയും പ്രസിദ്ധമായ ഒരു മാർക്കറ്റാണ്. ഈ മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു ആദ്യകാലം മുതലേ അവിടെ ഉണ്ടായിരുന്നൊരു കാര്യം. പിന്നീട് അത് വലിയ മാർക്കറ്റായി മാറി. പല സംവിധാനങ്ങൾ അവിടെ വന്നു. അന്നും, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇങ്ങനെയൊരു കട അവിടെ ഉണ്ടായിരുന്നു. ഒരു 3 മുറി പീടികയായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇവരുടെ തന്നെ, അതായത് ഇപ്പോൾ നിലവിൽ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ആ കുടുംബം തന്നെ, അവരുടെ പിൻതലമുറ അവിടെ കച്ചവടം നടത്തി പോന്നിരുന്നതാണ്. ഇത്തരത്തിൽ പറയുന്നത് അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അന്നത്തെ നിയമപ്രകാരമുള്ള രീതിയിൽ അവിടെ ഇത്തരത്തിലുള്ള വിൽപ്പനകളും ആംസിൻ്റെ വിൽപ്പനകളൊക്കെ നടന്നിരുന്നു എന്നാണ് പലരും ആ നാട്ടുകാരായ, അതായത് വലിയങ്ങാടിൽ സ്ഥിരമായിട്ടുണ്ടായ പലരും അത് ഓർമ്മിക്കുന്നുമുണ്ട്. അതായത് വളരെ ചെറുപ്പകാലത്ത് ഇത് കണ്ടവരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും അതാണ് പിന്നീട് ഒരു പടക്കക്കടയായി മാറിയത്. ആ പടക്കക്കട ഇന്നും സജീവമായി തന്നെ പോകുന്നു. അതായത് ചൈനീസ് പടക്കങ്ങളൊക്കെ എത്തിച്ച് ആ ഒരു വിപണി സജീവമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ചൈനീസ് പടക്കങ്ങൾ മാത്രം എത്തിച്ച് വിൽക്കുന്നതിൽ നിന്നും മാറി മറ്റു പല രീതിയിലും പടക്കങ്ങൾ എത്തിച്ച് ആ രീതിയിലുമൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വലിയ തിരക്കാണ്. അവിടെ വലിയ നീളമുള്ള വരികളാണ്. അതൊരു പക്ഷേ ഈ വിഷുക്കാലത്ത് മാത്രമല്ല ഈ കടയുടെ മുൻപിൽ ഇങ്ങനെയുള്ള തിരക്കുണ്ടാവാറുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ, അതിൽ പ്രധാനപ്പെട്ട മറ്റു വിശേഷ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ ഈ രീതിയിൽ ആ കടക്ക് മുൻപിൽ ആ രീതിയിലുള്ള തിരക്കുണ്ടാവാറുണ്ട്. അത്രയും സജീവമാണ് ആ കട. പലർക്കും ഈ പാരമ്പര്യം, അതായത് വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് മാത്രം പടക്കം വാങ്ങുന്നവരൊക്കെ വീണ്ടും അവിടേക്ക് എത്തും. ഇത്രയും വർഷമൊക്കെ നിലനിൽക്കണമെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വിശ്വാസ്യത പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ അങ്ങോട്ടേക്ക് കൂട്ടമായി എത്തുന്നത്, അല്ലേ? ഇനിയും ഒരുപാട് കാലം തുടരട്ടെ.